എന്നാൽ ആ ക്രൂശിലെ കള്ളനെ പോലെ എൻ്റെ തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ എന്നെ മോശമായിട്ട് വളർത്തിയ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ മോശപ്പെട്ട കൂട്ടുകാരോ ഒന്നുമല്ല. ഞാൻ ചെയ്ത എല്ലാ മോശം പ്രവൃത്തിയും ഉത്തരവാദി ഞാൻ മാത്രമാണ്. അതെൻ്റെ മാത്രം കുറ്റമാണ്. മറ്റാരെയും ഞാൻ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. കർത്താവ് ചോദിച്ചു, ശരിക്കും? എങ്കിൽ നീ പർദീസയ്ക്ക് യോഗ്യനാണ്. നീ എന്നോടുകൂടി ഇന്ന് പർദീസിലേക്ക് വരിക. ഇവിടെയാണ് പർദീസ ആരംഭിക്കുന്നത്. നിങ്ങളുടെ കുറ്റത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിനു പകരം നിങ്ങൾ മറ്റാരെയും കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കാൻ പഠിക്കുക, മറ്റൊരാളെ വിധിക്കാനല്ല. ദൈവത്തിൻ്റെ കുടുംബമെന്ന് പറഞ്ഞാൽ അവർക്കറിയാവുന്ന ഒന്നാമത്തെ കാര്യം അവർ തങ്ങളെ തന്നെ വിധിക്കുമെന്നുള്ളതാണ്. ആദാം വിധിച്ചത് അവൻ്റെ ഭാര്യയായിരുന്നു. അവൻ ദൈവത്തിൽ പോലും കുറ്റം ആരോപിച്ചു. എന്തിനാ ഇങ്ങനൊരു ഭാര്യയെ തന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? എന്തിനാണ് നീ എന്നെ ഈ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നത്? വിശ്വാസികൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഈ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നത്? ഓ, അത് ദൈവത്തിൻ്റെ കുറ്റമാണ്, നിന്റെ കുറ്റമല്ല അല്ലേ? നിനക്ക് കഴിയാവുന്നതിന് മീതെ അവൻ ഒരിക്കലും നിന്നെ പരീക്ഷിക്കുകയില്ല. അതേറ്റ് പറയാം, ആമീൻ. ദൈവം എന്നെ ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് എന്നെ പരീക്ഷിക്കുകയില്ല. എൻ്റെ സഹനത്തിനപ്പുറത്തേക്ക് പോയാൽ ദൈവം എനിക്കൊരു പോക്കുവഴി ഒരുക്കും. നാം ഇവിടെ കാണുന്നു, അവനത് പറഞ്ഞ ഉടനെ അവന് പിന്നെ ഒരു ശുദ്ധ മനസാക്ഷി ഉണ്ടായി. ഇനിയും നമുക്ക് അപ്പസ്തോല പ്രവൃത്തി 24 പോകാം. അതിൻ്റെ 16 വാക്യം. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എപ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ വാഞ്ചിക്കുന്നു. അവൻ ഇവിടെ പറയുന്ന എൻ്റെ കാലിൽ ഒരു മുള്ളുകൊണ്ടാൽ അത് അപ്പോൾ തന്നെ ഞാൻ ഊരി മാറ്റും. ഒരു ദിവസം 10 മുള്ള എൻ്റെ കാലിൽ കൊണ്ടാലും ഞാൻ അപ്പോൾ തന്നെ അത് എടുത്തു മാറ്റും. എൻ്റെ കാലിൽ കൊണ്ട ആ മുള്ള് എടുത്തു കളയാൻ ഒരു സെക്കൻഡ് പോലും ഞാൻ കാത്തു നിൽക്കില്ല. ഇതെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഉപദേശമാണോ നിങ്ങളുടെ കാലിൽ കൊണ്ട മുള്ള അപ്പോൾ തന്നെ എടുത്തു കളയണമെന്ന് പറയുന്നത്? നിങ്ങളുടെ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഉടനെ തന്നെ ഏറ്റു പറയണമെന്നോ? ഒരാളെ നിങ്ങൾ മുറിപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ സമയത്ത് തന്നെ അവനോട് ക്ഷമ ചോദിക്കണമെന്നോ? അത് നിൻ്റെ ഭർത്താവോ നിൻ്റെ ഭാര്യയോ മറ്റാരുമായിക്കോട്ടെ, നീ പറഞ്ഞ ഒരു കാര്യം അവനെ മുറിപ്പെടുത്തിയെന്ന് നിനക്ക് മനസ്സിലായ ഉടനെ തന്നെ ഏറ്റുപറയുക, അവനോട് ക്ഷമ ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ പെട്ടെന്ന് തന്നെ ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വരുമെന്ന്. ആ മുള്ള അവിടെ ഇരുന്ന് അത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പറയുന്നു, ഓ അത് സാരമില്ല, കാത്തിരിക്കാം. അങ്ങനെ അതവിടെ ഇരുന്ന് പഴുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളത് ഏറ്റു പറയാൻ തീരുമാനിക്കുന്നു. അപ്പോഴത്തേക്ക് നിങ്ങളുടെ കാലിൽ വ്രണമായി. അതുകൊണ്ട് അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ബോധ്യമായാൽ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ആ പാപത്തെ ഏറ്റുപറയുക. എന്നിട്ട് പെട്ടെന്ന് അതിന് ശുദ്ധീകരണം പ്രാപിക്കുക. ഏറ്റുപറഞ്ഞ് ആ കാര്യം പരിഹരിക്കുക. എന്തുകൊണ്ടാണ് അത് ഏറ്റുപറഞ്ഞ് പരിഹരിക്കണമെന്ന് പറയുന്നത്? നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 5:22. തൻ്റെ സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യരാകും. പലതരത്തിലുള്ള ന്യായവിധിയുണ്ട് കോപിക്കുന്നതിൽ തന്നെ. ഇവിടെ പറയുന്ന കോപം ഹൃദയത്തിലുണ്ടാകുന്ന കോപമാണ്. നിങ്ങളുടെ സഹോദരനോ നിങ്ങളുടെ സഹോദരിയോ നിങ്ങളോട് ചെയ്തതോ നിങ്ങൾക്ക് ചെയ്യാതിരുന്നതോ ആയ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കോപം. ഒരു കാര്യം നിങ്ങളോട് ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ കൊണ്ടോ നിങ്ങൾക്ക് കോപം ഉണ്ടാകാം. ഹൃദയത്തിലുണ്ടാകുന്ന കോപം അത് നിന്നെ കുറ്റക്കാരനാക്കും. അതാണ് ഒന്നാമത്തെ പടി. രണ്ടാമത്തെ പടി, ഹൃദയത്തിലുള്ള ആ കോപം പുറത്തു വരുന്നതാണ്. അങ്ങനെ മോശപ്പെട്ട ഒരു വാക്ക് നിങ്ങൾ സംസാരിക്കുന്നു. ഇവിടെ നിസ്സാരനെന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും. നിങ്ങളുടെ വായിൽ കൂടെ പറയുന്ന ഒരു വാക്ക് നിങ്ങളത് കോപത്തോടെ പറയുന്നു. അതാണ് കോപത്തിൻ്റെ 2-ാം പടി. പിന്നെ അതിനും മേലെയുള്ള ഒരു കാര്യം, ഹൈക്കോടതിയും സുപ്രീം കോടതിയും പോലെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായ ആ കോപം അത് നിങ്ങളുടെ ഹൃദയത്തിൽ തുടങ്ങി അവിടെ അത് വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അത് അധികരിച്ച് അത് പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങി. മറ്റൊരാളോട് കോപത്തോടെ നിങ്ങൾ സംസാരിച്ചു, അത് കേട്ടോണ്ട് അവൻ പോയി. അതേപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞില്ലേ, കുറച്ചും കൂടെ പറയേണ്ടതായിരുന്നു. പിന്നെ അവനെ കാണുമ്പോൾ കുറച്ചുകൂടെ ശക്തമായി പറയുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ശരി. പിന്നെ നിങ്ങൾ ആ 3-ാം നിലയിലേക്ക് വരുന്നു. കൂടുതൽ ശക്തമായി നിങ്ങൾ കോപിക്കുന്നു. അങ്ങനെ നിങ്ങൾ അഗ്നിനരകത്തിന് യോഗ്യമായ ഒരു പാപമാണ് ചെയ്യുന്നത്. ഓ, ആരിത് വിശ്വസിക്കുന്നു? വളരെ കുറച്ച് പേര്. മത്തായി 5:22 ആരും പ്രസംഗിച്ച് നിങ്ങൾ കേട്ട് കാണുകയില്ല.
കാരണം പ്രസംഗിക്കുന്നവൻ തന്നെ മിക്കവാറും അതിൽ തോറ്റവനായിരിക്കും. 23 വാക്യം. ഇപ്പം ഈ കോപം ഏറ്റുപറഞ്ഞ് പരിഹരിക്കാതിരിക്കുന്നുകൊണ്ട് വളരെ മോശമായിട്ട് നിങ്ങളൊരു മനുഷ്യനോട് സംസാരിച്ചു. അത് ഭാര്യയോ ഭർത്താവോ മറ്റാരെങ്കിലും ആയിരിക്കാം. എന്നിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്ക് വന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ അന്യഭാഷയിലായിരിക്കും പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ മനോഹരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നിങ്ങളുടെ മേൽക്കൂരയ്ക്ക് മുകളിലോട്ട് പോകത്തില്ല. അതാ മേൽക്കൂരയ്ക്ക് മുകളിലോട്ട് പോവുകയില്ല. ദൈവം അത് കേൾക്കുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ മനോഹരമായിരുന്നു. ദൈവം പറയും, നിന്റെ പ്രാർത്ഥന നീ മറന്നു കളയുക. എന്നിട്ട് നിങ്ങൾ പോയി നിങ്ങളുടെ പണം ദൈവത്തിന് കൊടുത്തു കാണും. എന്നാൽ ദൈവം അത് സ്വീകരിക്കില്ല. നീ അത് കൊണ്ടുപോയി കക്കൂസ് കുഴിയിലിട്ട് ഫ്ലഷ് ചെയ്ത് കളയുക. ദൈവം അത് സ്വീകരിക്കില്ല. പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ സഭയിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ 5 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കൊടുക്കുന്നതിന് മുമ്പ് ഈ 5 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലൊന്ന് ഇതാണ്: സഹോദരനോടും സഹോദരിയോടും നിങ്ങൾ നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പണം ഇവിടെ നിക്ഷേപിക്കരുത്. നിങ്ങൾ CFC ഇന്ത്യ വെബ്സൈറ്റിൽ പോയി ഞങ്ങളുടെ സാമ്പത്തിക കാര്യത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ 5 പ്രസ്താവനകളും. ലോകത്തിലുള്ള മറ്റൊരു വെബ്സൈറ്റിലും ഈ 5 വ്യവസ്ഥകളും കാണാൻ കഴിയില്ല. നിങ്ങൾ വീണ്ടും ജനിച്ചവനാണോ? അല്ലെങ്കിൽ ഇവിടെ പണം ഇടരുത്. നീ കടക്കാരനാണോ? എങ്കിൽ സീസറിനുള്ളത് ആദ്യം കൊടുക്കുക. സീസറിൻ്റെ പണം ദൈവത്തിന് ആവശ്യമില്ല. മറ്റൊരാൾക്ക് കൊടുക്കേണ്ട പണം ദൈവത്തിന് വേണ്ട. നീ ആദ്യം അത് കൊടുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആവശ്യത്തിലാണോ? ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് നീ എന്തിനും ദൈവത്തിന് കൊടുത്തു എന്ന് ഒരിക്കലും അവർ നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. അവർക്ക് വേണ്ടി ഭക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ കൊടുക്കുക. ആരെയെങ്കിലും നിങ്ങൾ വിധിച്ചുകൊണ്ടിരിക്കുകയാണോ? എങ്കിൽ നിങ്ങളിവിടെ പണം ഇടരുത്. ദൈവം അത് സ്വീകരിക്കത്തില്ല. 5-ാമത്തെ കാര്യം, ഒരു പ്രതിഫലം കിട്ടാനാണോ നിങ്ങൾ പണം കൊടുക്കുന്നത്? എങ്കിൽ ഈ പണം ഇവിടെ ഇടരുത്. ദൈവം ഒരു ബിസിനസ്സുകാരനല്ല, അവന് ബാങ്കുമില്ല. സന്തോഷത്തോടെ കൊടുക്കുക, ഉത്സാഹത്തോടെ. പണം കൊടുക്കാതിരിക്കാനാണ് ഞങ്ങൾ ആളുകളെ ഉത്സാഹിപ്പിക്കുന്നത്. മറ്റു പലരും ചെയ്യുന്നതിന് നേരെ എതിര്. ഒരാൾ ഒരിക്കൽ എൻ്റെ അടുക്ക വന്ന് എന്നോട് ചോദിച്ചു, സഹോദരൻ സാക്കെ, ഈ 5 കാര്യങ്ങളും വായിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഈ ബോക്സിൽ പണം ഇട്ടിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ 40 കൊല്ലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും ഒരു കുറവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പല ആരാധനാലയങ്ങൾ പണിതിട്ടുണ്ട്. ഒന്നും കടമില്ലാതെയാണ്. ഒരിക്കലും ഞങ്ങൾ കടം വാങ്ങിയിട്ടില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ദൈവത്തെ മാനിച്ചാൽ അവൻ നിങ്ങളെ മാനിക്കും. ഓഡീഷന്മാർ ഞങ്ങളുടെ സഭയിലില്ല. ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി മാത്രം ധാരാളം പണം ഞങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയില്ല അത് എത്രയാണെന്ന്. $1000 വെബ്സൈറ്റിന് വേണ്ടി മാത്രം. ഞങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ളവർ അത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളിത് ചെയ്യുന്നതുകൊണ്ട് ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ഒരിക്കലും റിപ്പോർട്ടുകൾ അയച്ചിട്ടില്ല, ആരോടും പണം ചോദിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യവും. ഞങ്ങൾ യേശുവിനെ മാനിക്കുന്നു. യേശു ആർക്കും റിപ്പോർട്ട് അയച്ചില്ല. യേശു ആരോടും പണം ചോദിച്ചില്ല. ഞങ്ങളും അത് തന്നെ ചെയ്യുന്നു. നാമാണ് കർത്താവിൻ്റെ ശരീരം. യേശു ആയിരുന്നു ആദ്യത്തെ ശരീരം. അതുകൊണ്ട് ഇവിടെ ഈ 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പം സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെങ്കിൽ ദൈവം അത് സ്വീകരിക്കുകയില്ല. ആദ്യം നിങ്ങളുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുക, എന്നിട്ട് യാഗം അർപ്പിക്കുക. അല്ലെങ്കിൽ ദൈവം അത് സ്വീകരിക്കത്തില്ല. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ശുദ്ധമുള്ള ഒരു മനസ്സാക്ഷി ഉള്ളവനായിരിക്കാൻ കഴിയുന്നത്. എങ്കിലേ ആ ജീവരസം അതിലേക്ക് ഒഴുകി വരൂ.